അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ പറവന്നൂർ വെസ്റ്റ് നദുവത്തുൽ മുജാഹിദീൻ മുസ്ലിമീൻ മഹല്ല് സംഗമവും മദർസത്തുൽ ഇസ്ലാഹിയ്യയുടെ 55-ാം വാർഷികവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ സന്തോഷകരമായ ഈ ചടങ്ങിനെ നിയന്ത്രിക്കുന്ന പ്രിയങ്കനായ സുഹൃത്ത് മഹല്ല് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അബ്ദുൽ അസീസ് ഹാജി, ഇതിനകം നമ്മോട് വളരെയേറെ പ്രാധാന്യമുള്ള വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞ ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട CP ഉമർ സുല്ലമി, പ്രിയങ്കനായ യുവ പണ്ഡിതൻ കൂടിയായിട്ടുള്ള കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ, പ്രിയങ്കനായ എൻ്റെ സഹപ്രവർത്തകൻ മയ്യേരി കുഞ്ഞു മുഹമ്മദ് സാഹിബ്, മറ്റു വേദിയിലുള്ള എൻ്റെ ഏറ്റവും പ്രിയങ്കരായ മറ്റു സുഹൃത്തുക്കളെ, പ്രിയങ്കരായ ജ്യേഷ്ഠാഞ്ചന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ഈ സായാഹ്നത്തിൽ നമുക്കെല്ലാവർക്കും കൂടി അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട്, അവിടുത്തെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒത്തുകൂടാൻ സാധിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ, നമ്മുടെ ഈ സംസാരങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. മഹലിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ഞാൻ കടന്നു വരുമ്പോൾ സംസാരിച്ചിരുന്ന ഹുസൈൻ മടവൂർ അവറുകളാണെങ്കിലും, അതിനുശേഷം സംസാരിച്ച കുഞ്ഞു മുഹമ്മദ് മൗലവിയാണെങ്കിലും പ്രധാനമായും നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചത് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയും സാംസ്കാരികമായ ജീർണതയും നമ്മൾ കാണാതെ പോകരുത് എന്ന് മാത്രമേ എൻ്റെ പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളോട് എനിക്ക് ഈ സന്ദർഭത്തിൽ പ്രധാനമായും ഉണർത്തുവാനുള്ളത്. നമ്മുടെ മക്കളെ തട്ടിയെടുക്കാൻ, കോഴിക്കുഞ്ഞുങ്ങളെ മറ്റു ജന്തുക്കൾ തട്ടിയെടുക്കാൻ എർലാടി പോലെയുള്ള ജീവികൾ, പക്ഷികളൊക്കെ കൊത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ, വലിച്ചു കൊണ്ടുപോകാനുള്ള പല ശ്രമങ്ങളും ഇന്ന് നടന്നു വരികയാണ്. അവരെ പ്രത്യേകമായ സ്വന്തമായ ചില താല്പര്യങ്ങളിലേക്ക് കേന്ദ്രീകരിപ്പിച്ച്, ഒരു കാലത്ത് വയറിൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്, ഒരു ചാൺ വയറാണ് പ്രശ്നം. വയറായിരുന്നോ പ്രശ്നം? വയറൊക്കെ നിറഞ്ഞപ്പോൾ വയറ് വലിയ വിഷയമായിരിക്കുകയാണ്. അത്രമാത്രം വലിയ വയറാണ് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ളത്, വയറിന് വേണ്ടി ശബ്ദിച്ചിരുന്ന ആളുകൾക്കൊക്കെ. അങ്ങനെ അവരെ സ്വകാര്യതയിലേക്ക് അവരെ കേന്ദ്രീകരിപ്പിച്ച് ചില പ്രത്യേക ശാസ്ത്രങ്ങൾ മനുഷ്യനെ ചെറുപ്രായത്തിൽ തന്നെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വേണ്ടി പല പരിശ്രമങ്ങളും ചെറുപ്പം മുതൽക്കേ നടത്തി വന്നു. ഇപ്പോഴും അവരെ മറ്റു പല തലങ്ങളിലേക്കും തട്ടിക്കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടന്നു വരുന്ന ഒരു കാലത്താണ് നാം ഉള്ളത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയൊന്നറിയില്ല, മദ്യവും മയക്കുമരുന്നും എത്രമാത്രം നമ്മുടെയൊക്കെ കവലകളിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ അശ്രദ്ധരായി പോകരുത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത് നമ്മുടെ ജില്ലയിൽ 11 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി, നമ്മൾ വായിച്ചു, നമ്മൾ കേട്ടു, മയക്കുമരുന്നിൻ്റെ വിതരണക്കാരിയാണ് ആ കുട്ടി. അവൾ അറിഞ്ഞുകൊണ്ടല്ല. ആ കുട്ടിയുടെ ഏറ്റവും അടുത്ത ഒരു പരിചയമുള്ളയാൾ, ബന്ധുവോ മറ്റോ ആയിട്ടുള്ള ഒരാൾ ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ചെറിയ പൊതി ആഴ്ചയിൽ ഒരു ദിവസം ഏൽപ്പിക്കുന്നു. ആ കുഞ്ഞ് പറഞ്ഞ സ്ഥലത്ത് അത് കൊണ്ടുപോയി കൊടുക്കുന്നു. അവൾക്കൊരു 50 രൂപ നോട്ട് ഈ കവർ ഏൽപ്പിക്കുന്ന ആൾ ഏൽപ്പിക്കുന്നു. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. ആർക്കോ സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ അറിയിച്ചു. പോലീസ് കുട്ടിയെ നിരീക്ഷിച്ചു. അപ്പോഴാണ് എന്നത് വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾക്ക് മറ്റൊരാൾ കൊടുത്തയക്കുന്ന മയക്കുമരുന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽപ്പെട്ട ഒരു സ്കൂളിൽ സാധാരണ കഴിക്കുന്ന എന്തോ ഒരു വസ്തു കിട്ടാത്തത് കൊണ്ട് 3 വിദ്യാർത്ഥിനികൾ
ഇങ്ങനെ അന്താളിച്ചിരിക്കുകയാണ് ക്ലാസ്സിൽ. ടീച്ചർക്ക് സംശയം തോന്നി. അവരെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി. അപ്പോഴാണ് തൊട്ടടുത്ത കടക്കാരൻ അന്ന് തുറന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധു മരിച്ചതുകൊണ്ട് അന്ന് കട തുറന്നിട്ടില്ല. ആ കടയിൽ നിന്ന് മിഠായിയുടെ പേരും പറഞ്ഞ് കൊടുക്കുന്ന ചില വസ്തു സ്ഥിരമായി കഴിക്കുന്ന കുട്ടികൾക്ക് അന്ന് അത് കിട്ടിയില്ല. അതുകൊണ്ട് അവരുടെ വികൃതിയും കുസൃതിയും അന്ന് ക്ലാസ്സിൽ കാണാൻ കഴിഞ്ഞില്ല. ആലോചിച്ച് നോക്കൂ, നാം നമ്മുടെ കുട്ടികളെ കൂടുതൽ നിരീക്ഷിക്കേണ്ടതുണ്ട്. നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന 1ലും 2ലും പഠിക്കുന്ന കുട്ടികളെ എല്ലാ നിലയ്ക്കും നമ്മൾ ശ്രദ്ധിക്കും, പരിശോധിക്കും. അവൻ്റെ എല്ലാം ഉടുപ്പ് കഴുകി കൊടുക്കും, എല്ലാം സംഗതികളും ചെയ്തു കൊടുത്താണ് ചോറുപാത്രമൊക്കെ ബാഗിൽ വെച്ച് കൊടുത്ത് ബസ്സിൽ കയറ്റി അവന് കൊടുക്കും. അവനങ്ങനെ കുറച്ചൊന്നും വലുതായാൽ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലേക്ക് എത്തിയാൽ അവൻ്റെ കാര്യം നോക്കാൻ അവനായി എന്നൊരു ധാരണയിൽ നമ്മൾ അവനങ്ങ് സ്വതന്ത്രനാക്കുകയാണ്. ചില രക്ഷിതാക്കൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട്, ഉപ്പമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മകൻ ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. സ്വന്തം ബാപ്പ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഉമ്മ പറഞ്ഞാൽ കേൾക്കുന്നില്ല, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം, നിങ്ങളൊന്ന് വിളിക്കണവനെ, വിളിച്ചുവനൊന്ന് ഉപദേശിക്കണം എന്ന് പറയുന്ന രക്ഷിതാക്കൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അവന് ബാപ്പ വലിയ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. ബാപ്പ അഭിമാനത്തോടു കൂടി പറഞ്ഞു, എൻ്റെ മോനിക്ക് ഒരു റൂമാണ് കൊടുത്തു, മോനിക്ക് മേശയും കസേരയും പഠിക്കാനും മറ്റിനുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തു, മുന്തിയ കമ്പ്യൂട്ടർ ഓൻ പറഞ്ഞതാണ് മേടിച്ചു കൊടുത്തത്, ഓന് പ്രത്യേക ഇതിൻ്റെ ഏതോ ഒരു ഇതിൽപ്പെട്ട ഡ്രസ്സാണ് വേണ്ടത്, അതെന്നെ ഓൻ എടുക്കുള്ളൂ, ഞാനതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, മക്കൾക്ക് മുന്തിയ ഡ്രസ്സും ഉയർന്ന സൗകര്യങ്ങളും അല്ല വേണ്ടത്, നല്ലൊരു മനസ്സിനെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉമ്മയും കുട്ടികളെ കൂടെ തന്നെ ഉണ്ടാവണം. അവന് ബിരുദവും ബിരുദാനന്തര ബിരുദവും പഠിക്കട്ടെ, അതിനപ്പുറം പോകട്ടെ. പക്ഷെ ഉപ്പാക്ക് ഓൻ്റെ സ്വകാര്യതകളിൽ ഓൻ്റെ റൂമിലേക്ക്, ഓൻ ഒറ്റയ്ക്ക് ഉറങ്ങുന്ന റൂമിലേക്ക് കടന്നു ചെല്ലാനൊക്കെയുള്ള അവകാശം എപ്പോഴും ഉണ്ടാവണം. വാതിൽ മുട്ടിയാൽ ചീത്ത വിളിക്കുന്ന മകനല്ല നമുക്ക് വേണ്ടത്. ഇന്ന സമയത്ത് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ലെന്ന് പറയുക. മകനോനിങ്ങനെ കമ്പ്യൂട്ടറിൽ തന്നെ ഇരുന്ന് രാത്രി മുഴുവനും. എൻ്റെ കുട്ടി അതുകൊണ്ട് സുബൈ വരെ അതിമ തന്നെ ഇരുന്ന്, അതുകൊണ്ടും കുറച്ച് വൈകി എണീറ്റ് പോയതാണ് എന്ന് പറയുന്ന ഉമ്മമാരുണ്ട്. രാത്രി എന്തായിരുന്നു കമ്പ്യൂട്ടറിൽ പണി എന്ന് നമ്മൾ അന്വേഷിക്കാനോ ശ്രദ്ധിക്കാനോ നമ്മൾ പോകുന്നില്ല. നമ്മുടെ കുട്ടികൾ നമ്മുടെ മടിയിൽ നിന്ന് പാറിപ്പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മകൻ്റെ മകളുടെ എന്നവകാശപ്പെടുന്നവർ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ ശത്രുക്കളെ പോലെ വളരുന്നൊരു സാഹചര്യം, അത് തടയാൻ നാം മക്കളെ കൂടെ തന്നെ ഉണ്ടാവണം. ഈ സാംസ്കാരികമായ ജീർണതയെ തടയാൻ ഈ മഹല്ലിലെ രക്ഷിതാക്കളാണ് മുൻകൈ എടുക്കേണ്ടത് എല്ലായിടത്തും. അതുകൊണ്ട് നാം അതിലേക്കൊരു ശ്രദ്ധ പ്രത്യേകം കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അത്രമാത്രം കാര്യങ്ങൾ വഷളായി പോവുകയാണ്. അരാഷ്ട്രീയവാദം ഒരു ഭാഗത്ത്, ഈ മതം ഇതുകൊണ്ട് എന്ത് നേടി എന്ന് ചില ആളുകൾ തന്നെ പറഞ്ഞു. തട്ടം മാറ്റിച്ചത് ഞങ്ങളാണ്, മുസ്ലിം പെൺകുട്ടികളെ തട്ടം മാറ്റിച്ചത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. നിങ്ങളുടെ തട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവരുടെ കുറേ ആളുകളുടെ തട്ടം മാറ്റിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു തട്ടത്തിൻ്റെ മാറ്റം മാത്രമല്ല, അതൊരു വിശ്വാസത്തിൻ്റെ അധപ്പതനം കൂടിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മക്കൾക്ക് ദീനീ പഠനം മാത്രമല്ല, പരിശീലനവും അത് നൽകിക്കൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവന്ന് എത്ര ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോഴും അവരുടെ ദീനീ ബന്ധം, ഇസ്ലാമികമായിട്ടുള്ള അവൻ്റെ വിശ്വാസ കർമ്മ രംഗം എങ്ങനെയുണ്ട് എന്ന നിരീക്ഷണത്തിന് രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. അവനങ്ങനെ അവനായി അവൻ്റെ പാടായി എന്ന രീതിയിൽ വിടുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, ആ മക്കൾ നാടിന് തന്നെ നാശകാരികളായി മാറും. അതുകൊണ്ട് ഈ മൂല്യച്യുതിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അടുത്ത തലമുറയെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. മദ്യവും മയക്കുമരുന്നും വ്യാപകമായി നമ്മുടെ പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. സമ്പത്തുണ്ടായാൽ മതി എന്നൊരു ചിന്തയിലേക്ക് ആളുകൾ വന്നിരിക്കുന്നു.
കുറച്ച് പണം ആണ് സ്വരൂപിച്ച് കിട്ടിയാൽ ഇനി എനിക്ക് 2 വക്ത് നിസ്കരിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, എൻ്റെ കുട്ടി നല്ല സൗകര്യത്തിലാണ് ഇപ്പോൾ എന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ സന്തോഷിക്കണം. എന്തിനാണ് ആ പണം? വിശ്വാസരാഹിത്യത്തിൻ്റെ മേൽ പടുത്തുയർത്തുന്ന സമ്പത്ത് എന്തിന്? കിട്ടിയ സമ്പത്ത് അതെൻ്റെ ഒരു വലിയ അധ്വാനം കൊണ്ട് കിട്ടിയതാണ്. ഞാൻ നേരത്തെ വലിയ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ സമ്പത്തും സൗകര്യങ്ങളും എന്ന് കരുതുന്ന പാവങ്ങളായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. കോടികളുടെ ആസ്തി അവനക്കുണ്ട്, പക്ഷെ വളരെ പാവമാണ് ആള്. ഈ സമ്പത്ത് അള്ളാഹു തന്നതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ സമ്പത്ത് നാളെ കൊണ്ടുപോകാനുള്ളതല്ല. നമ്മളെ ഇടയിലുള്ള വിഷയങ്ങളെ, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് പോലെ തന്നെ ദാരിദ്ര്യവും അതേപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ നിങ്ങൾക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് അതിനു വേണ്ടി ചെലവാക്കാൻ കൂടിയാണ്. അല്ല, നിങ്ങൾക്കിങ്ങനെ അവനൊന്നും ശ്രദ്ധിക്കാതെ അവഗണിച്ച് ഈ പണവുമായി ഇങ്ങനെ അതിലിങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് അന്തി ഉറങ്ങാനല്ല. ചില ആളുകൾക്ക് അല്ലാഹു സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില ആളുകൾക്ക് നല്ല അറിവ് കൊടുത്തിട്ടുണ്ട്, ചില ആളുകൾക്ക് അല്ലാഹു ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, ചില ആളുകൾക്ക് നല്ല ബുദ്ധി കൊടുത്തിട്ടുണ്ട്, ചില ആളുകൾക്ക് നല്ല നേതൃത്വ പാഠവുമുണ്ട്, ചില ആളുകൾക്ക് നല്ല സംഘാടക ശേഷിയുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ ഉമർ സുലമയും പറപ്പൂരും അവരുടെ അറിവിങ്ങനെ അവരുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് നമ്മോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അത് സമുദായത്തിന് പങ്കുവെക്കേണ്ടതാണ്, അവർക്ക് കൊടുക്കേണ്ടതാണ് ഈ ജ്ഞാനം. എന്നുപോലെ ഈ ആരോഗ്യം, നമ്മുടെ ആരോഗ്യം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അത് ആരോഗ്യം ഇങ്ങനെ അത് കടലാസിൽ പൊഞ്ഞു കൊടുക്കാനല്ല, ഒരു പൊതുവിഷയം വരുമ്പോൾ അതിൽ അധ്വാനം നടത്താൻ കായികമായി ശേഷിയുള്ള ആളുകൾ ചേർന്ന് അത് ചെയ്തു കൊടുക്കണം. ഒരു സാധനം വീണു, ഒരു കിണറ്റിലൊരാൾ വീണു, എല്ലാവരും കൂടി വന്ന് പൊക്കിയെടുക്കാനുള്ള ശ്രമം നടത്തണം. അങ്ങനെ നോക്കി നിൽക്കാനുള്ളതല്ല. അതുപോലെ സമ്പത്ത് മറ്റുള്ളവർക്കും കൂടി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമ്പത്തിനെയും ഈ സൗകര്യങ്ങളെയും ഈ നിഅമത്തുകളൊക്കെ എൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, ആണ് ആഖിറത്തിലേക്കുള്ള സ്വകാര്യ ആവശ്യമാണ്. എന്നാൽ ഇവിടെ അത് വിഭാഗത്തിന്, എല്ലാ വിഭാഗത്തിനും കൂടി കൊടുക്കേണ്ടതാണ് എന്ന വിശ്വാസവും ധാരണയും നമുക്കുണ്ടായി വേണ്ടതുണ്ട്. അതനുസരിച്ചുള്ള ഒരു കൂട്ടുകുടുംബം, കുടുംബത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഒരൊറ്റ സ്വകാര്യ കുടുംബമല്ല. മുമ്പൊരു സ്ത്രീ പറഞ്ഞത്രേ, ഞാനും എൻ്റെ ഭർത്താവും ഒരു തട്ടാനും പിന്നെ ഭൂമിയുള്ള എല്ലാ സ്വർണം കൂടി എനിക്ക് ആഭരണമാക്കി ഇങ്ങനെ ധരിക്കാലോ എന്ന് ധരിച്ച ഒരു പൊട്ട പെണ്ണിനെ കുറിച്ച് ഒരു സാധാരണ ഒരു പഴമൊഴിയുണ്ട്. അതുപോലെ ഒരു കുടുംബമായി സ്വകാര്യമായി ഇതിങ്ങനെ അങ്ങനെ അനുഭവിച്ച് വളരാനല്ല. കുടുംബങ്ങൾ ചേർന്ന് മഹല്ലുകൾ ഉണ്ടാകുന്നു. മഹല്ലുകൾ ചേർന്ന് ഈ സമുദായം, ഇതിനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. ചിന്ത ഉള്ള ഒരു വിഭാഗത്തിന് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണരുക, വളരുക, ഉണ്ടാവുക എന്നുള്ളത് പുതുമയുള്ള കാര്യമല്ല. പക്ഷെ അഭിപ്രായ ഭിന്നതകൾ ശത്രുതയുടെ തലത്തിലേക്ക് വരാൻ പാടില്ല. ആ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അകൽച്ചയ്ക്ക് കാരണമാകാൻ പാടില്ല. അത് ചേർന്ന് നിന്ന് കൂടുതൽ ആഴത്തിലേക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ ഉള്ള അവസരങ്ങളാക്കി മാറ്റണം. അതിനെ ഖുർആനെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, തിരുസുന്നത്തിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നേറാൻ, അതിന് നേതൃത്വം നൽകാൻ നമ്മുടെ പണ്ഡിതന്മാർക്കും കഴിയേണ്ടതുണ്ട്. അതിന് പണ്ഡിതന്മാർ നേതൃത്വപരമായി ചുമതല വഹിക്കട്ടെ. നാം അത് ഉൾക്കൊള്ളാൻ നമ്മളും തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ ഐക്യപ്പെട്ട് ഒന്നിച്ച് ഒരു സമുദായം എന്ന് പറയുന്നതിൻ്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ പണ്ഡിതരും സാധാരണക്കാരും എല്ലാവരും ഈ സാമുദായികമായ സ്നേഹത്തിൻ്റെ, ഞാനൊരു മുസ്ലിം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.